ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്താണെന്നും മനസ്സിലാക്കാൻ ഈ ഒരു പ്രസന്റേഷൻ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. സോച്ച് ബദലോ ഗുദ്ഖോ ബദലോ ദുനിയ ബദലോ, ഇത് നമ്മളുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. നമ്മുടെ ചിന്തകളെ മാറ്റിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്നാണ് ഇതിൽ നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് മോദി കെയർ ബിസിനസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, ജീവിതത്തിൽ എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം സർക്കിളിനേക്കാളും വലുതാണ് നമ്മുടെ ഡ്രീം സർക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, നമ്മുടെ ഇൻകം പലപ്പോഴും ചെറുതാവുന്നു, നമ്മുടെ വരുമാനം പലപ്പോഴും ചെറുതാണ്, അതിനേക്കാൾ വളരെ വലുതാണ് നമ്മുടെ സ്വപ്നങ്ങൾ. ഈ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വളരെ കുറച്ചു പേർക്ക് മാത്രം, ഒരുപക്ഷെ ഒരു 10% താഴെ ആളുകൾക്ക് മാത്രമാണ് അവരുടെ സ്വപ്നങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ സ്വപ്നങ്ങൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും നേടാൻ നമുക്ക് കഴിയുന്നില്ല. സ്വപ്നങ്ങൾ കാണാനുള്ളതല്ല, അത് നേടാനുള്ളതാണ്. എങ്ങനെ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് ഒരുപാട് അവസരങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഈ അവസരങ്ങൾ പലപ്പോഴും ജീവിതകാലം മുഴുവൻ നമ്മൾ ജോലി ചെയ്ത് നേടിയെടുക്കേണ്ട അവസരങ്ങളാണ്. ഒരിക്കലും നമുക്ക് അതിൽ നിന്നൊരു മോചനമില്ല. അവിടെയാണ് നമ്മൾ പാസീവ് ഇൻകത്തെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോകത്ത് വളരെ കുറച്ച് ശതമാനം ആളുകൾ മാത്രമാണ് ആ പാസീവ് ഇൻകം എൻജോയ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അവർ ജോലി ചെയ്യുന്ന സമയത്ത്, പ്രവർത്തിക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുകയും അവരൊരു സിസ്റ്റം ഉണ്ടാക്കുകയും പിന്നീട് ആ സിസ്റ്റം അവർക്ക് വേണ്ടി തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അത് എൻജോയ് ചെയ്യുന്നത്. നിങ്ങളൊരു നല്ല പുസ്തകം എഴുതാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പാട്ട് പാടാൻ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, നിങ്ങളൊരു സെലിബ്രിറ്റി ആണെങ്കിലോ, നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള അല്ലെങ്കിൽ സ്റ്റോക്ക് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഡയറക്റ്റ് സെല്ലിംഗിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയാവുന്നത് ഒരു ആസാദി പ്ലാൻ ആണ്. അവിടെ നിങ്ങൾ ഇനീഷ്യലി നിങ്ങളുടെ എഫേർട്ട് കൂടുതലാണെങ്കിലും കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങളുടെ എഫേർട്ട് കുറയ്ക്കുകയും നിങ്ങൾക്ക് വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. സോ ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് വളരെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്, വളരെ ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ്. ഇന്ത്യയിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. സോ എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് മോഡൽ? ഡയറക്റ്റ് സെല്ലിംഗ് മോഡൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്കറിയാം, സാധാരണ ഒരു പ്രോഡക്റ്റ് ഒരു കമ്പനിയിൽ നിന്ന് നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഡിസ്ട്രിബ്യൂട്ടറും ഹോൾസെയിലറും റീറ്റെയിലറും ഉണ്ടാവും. അത് മാത്രമല്ല, ആ പ്രോഡക്റ്റ് നല്ലതാണെന്ന് നമ്മളോട് പറയുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള പ്രൊമോഷൻസും അഡ്വർടൈസ്മെന്റ്സും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ 35 രൂപയുടെ ഒരു ഉൽപ്പന്നം ഒരുപക്ഷെ നമ്മളിലേക്ക് എത്തുമ്പോഴേക്കും അത് 100 രൂപയായിട്ടുണ്ടാവും. ഇടനിലക്കാർക്കാണ് ഇത്രയും വലിയൊരു ഭീമമായ തുക അവിടെ ചെലവഴിക്കേണ്ടി വരുന്നത്. എന്നാൽ ഈ ഇടനിലക്കാരില്ലാതെ, പ്രൊമോഷൻസ് ഇല്ലാതെ ഈ പറയുന്ന പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കിയ ആളുകൾ തന്നെ അത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ആണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അവിടെ ആ സേവ് ചെയ്യപ്പെടുന്ന മണി ഇവിടെ ബോണസ് ഇൻസെന്റീവ് ആയിട്ട് അത് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കുന്നു. ലോകത്ത് വളരെ വർഷങ്ങളായി വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ് മോഡൽ കൂടിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ തന്നെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സോ വെൽക്കം ടു മോദി കെയർ. ഇന്ത്യയിൽ ആദ്യത്തെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് മോദി കെയർ എന്ന് പറയുന്നത്. 1996 വളരെ വലിയ ഒരു വിഷണറി ആയിട്ടുള്ള മിസ്റ്റർ സമീർ കുമാർ മോദി ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവരുടെ പ്രൊഫൈൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്. റായ് ബഹദൂർ ഗുജർമാൽ മോദി എന്ന് പറയുന്ന വ്യക്തിയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1933 ഈ ഒരു ബിസിനസ് മോഡൽ, ഇവരുടെ ബിസിനസ് സംരംഭം തുടങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ KK മോദി അത് വലിയൊരു സ്ഥാപനമാക്കി മാറ്റി. ഇപ്പോ അവരുടെ മരണശേഷം ബിനാ മോദി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയാണ് മോദി ഗ്രൂപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള മിസ്റ്റർ സമീർ കുമാർ മോദിയാണ് മോദി ഗ്രൂപ്പ്, മോദി കെയർ അടക്കമുള്ള മോദി ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ ഇപ്പൊ നോക്കുന്നത്. സോ നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഇത്തരത്തിലുള്ള വലിയൊരു പ്രൊഫൈൽ ഈ പറയുന്ന നമുക്കുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ ലാസ്റ്റ് 27 ഇയേഴ്സ് ആയിട്ട് നമ്മളുടെ കമ്പനി വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സ്? നമുക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഏകദേശം 14 കാറ്റഗറിയിലുള്ള 700ഓളം പ്രോഡക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് മോദി കെയർ. ന്യൂട്രീഷൻ, ഹെൽത്ത് ആൻഡ് വെൽനസ്, കളർ കോസ്മെറ്റിക്സ്, സ്കിൻ കെയർ, ഫുഡ് ആൻഡ് ബിവറേജ്, പേഴ്സണൽ കെയർ, ലോണ്ടറി കെയർ, ഹോം കെയർ, അഗ്രി, ഓട്ടോ കെയർ, ജ്വല്ലറി, ലൈഫ് സ്റ്റൈൽ, SM വാച്ചസ്, ഡിവൈൻ, ഇത്തരത്തിലുള്ള സെഗ്മെന്റിലായിട്ട് 100% മണി ബാക്ക് ഗ്യാരണ്ടിയുള്ള ഉൽപ്പന്നങ്ങളാണ് കമ്പനി നമുക്ക് തരുന്നത്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം കാണുന്ന സമയത്ത് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ നമ്മളൊരു വലിയ റിസ്ക് എടുക്കണമെന്നാണ്. അവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ ഗുഡ് ന്യൂസ്. ഇത്തരത്തിലൊരു വലിയ ഒരു പ്രോഡക്റ്റ് സെഗ്മെന്റ് ഉള്ള ഒരു കമ്പനിയുടെ ഒരു ഫ്രീ ഡിസ്ട്രിബ്യൂഷൻ ആണ് മോദി കെയർ നമുക്ക് തരുന്നത്.
അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ദർ ഇസ് നോ ഇൻവെസ്റ്റ്മെന്റ്, നോ റിസ്ക്. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു ബിസിനസ് മോഡലാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ബിസിനസ് തുടങ്ങുന്നത്? നമുക്ക് മോദിക്കർ ബിസിനസ് തുടങ്ങാന്ന് പറയുന്നത് വളരെ ഒരു ഫ്രീ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കിവിടെ 3 രീതിയിൽ നമുക്ക് ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് മാറാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കസ്റ്റമർ ആവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റീറ്റെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാവാം, പ്രൊഡക്റ്റുകൾ റീറ്റെയിൽ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം. മോദിക്കർ മുന്നോട്ട് വയ്ക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളായതുകൊണ്ട് തന്നെ മോദിക്കറിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മളൊരു സാധാരണ ഒരു ഫാമിലി ഒരു മാസം നോർമൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് മോദിക്കറിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് അത് വളരെ വലിയ പ്രോഫിറ്റബിൾ ആണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, പ്രധാനമായിട്ടും 6 പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് മോദിക്കർ നമുക്ക് തരുന്നുണ്ട്. സാധാരണ ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നത് കടയിൽ നിന്നാണ്, ഒരു ഷോപ്പിൽ നിന്നാണ്, ജനറൽ ഷോപ്പിൽ നിന്നാണ്. എന്നാൽ മോദിക്കറിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് യു ആർ ഗെറ്റിംഗ് 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി. നിങ്ങൾക്ക് ഒരു 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി നിങ്ങൾക്ക് ലഭിക്കുന്നു. ദെൻ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സാധാരണ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടാറില്ല. എന്നാൽ മോദിക്കറിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നു. അപ് ടു 20% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. ഈ ടേബിളിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാവും 5400 ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വളരെ 6450 രൂപയ്ക്ക് ലഭിക്കേണ്ട ഉൽപ്പന്നങ്ങളാണ് 5400 ലഭിക്കുന്നത്. സോ 1080 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കുന്നു. ദെൻ സാധാരണ ഒരു ഷോപ്പിൽ നമുക്ക് ഫ്രീ പ്രൊഡക്ട്സ് ലഭിക്കാറില്ല. എന്നാൽ മോദിക്കറിൽ നമുക്ക് ഫ്രീ പ്രൊഡക്ട്സ് 10% ഓഫർ പ്രൊഡക്ട്സ് ലഭിക്കുന്നു. സോ 600 രൂപ നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാം. വേറെ എവിടെയും ലഭിക്കാത്തൊരു ക്യാഷ് ബാക്ക് മോദിക്കറിലുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ഏകദേശം 189 രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു. ദെൻ മോദിക്കറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 6 മാസം മോദിക്കർ ഉൽപ്പന്നങ്ങൾ തുടർച്ചയായിട്ട് വാങ്ങിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് 7ാമത്തെ മാസം മോദിക്കർ ഫ്രീ പ്രൊഡക്റ്റ് കൊടുക്കുന്നു, ലോയൽറ്റി പ്രൊഡക്റ്റ് ആയിട്ട്. സോ അപ്പോൾ അവിടെ നമുക്ക് ഏകദേശം 1080 രൂപ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് ഏകദേശം 50% അദ്ദേഹത്തിന് ഇവിടെ സേവിങ്സ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. 5400 രൂപ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് 50% അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. ഇതൊരിക്കലും ഒരു ജനറൽ ഷോപ്പിൽ നിന്ന് ലഭിക്കില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ സ്ഥിരം നമ്മൾ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒന്ന് മാറ്റി വാങ്ങിക്കാൻ നമ്മൾ തയ്യാറായാൽ മതി. ഇത് മാത്രമല്ല, ഇത്തരത്തിൽ നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 12 ഏരിയാസിൽ കമ്പനി നമുക്ക് ഇൻകം തരുന്നുണ്ട്. 12 ടൈപ്സ് ഓഫ് ഇൻകം. ഇത് ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻകം തന്നെയാണ്. ദെൻ വളരെ എക്സൈറ്റിംഗ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, നമുക്കിവിടെ ട്രാവൽ ഫണ്ട് ഉണ്ട്. ദാറ്റ് മീൻസ് എല്ലാ വർഷവും നമുക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. കാർ ഫണ്ട് നമുക്ക് തരുന്നുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ ഒരു കാർ എന്നുള്ള സ്വപ്നം നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ഇവിടെ അച്ചീവ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഹൗസ് ഫണ്ടും നമുക്ക് കമ്പനി തരുന്നുണ്ട്. ഇതിനോടകം തന്നെ ട്രാവൽ ഫണ്ടും കാർ ഫണ്ടും ഹൗസ് ഫണ്ടും അച്ചീവ് ചെയ്ത നിരവധി ആളുകളെ മോദിക്കർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ശരിക്കും നമ്മളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. കമ്പനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റാങ്കുകൾ നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ ഒരു ഡയറക്ടർ റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 15000 രൂപ വരെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഒരു സീനിയർ ഡയറക്ടർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 30,000 വരെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. ഒരു എക്സിക്യൂട്ടീവ് ആവുന്ന സമയത്ത് ഒരു 50,000 റുപ്പീസ് വരെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മേ ബി 1 lakh റുപ്പീസ് വരെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. നിങ്ങളൊരു പ്ലാറ്റിനം റാങ്ക് അച്ചീവ് ചെയ്യുന്ന സ്ഥിതിക്ക് സമയത്ത് നിങ്ങൾക്ക് ഒരു 4 lakhs വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാം. നിങ്ങളൊരു ഡയമണ്ട് ഡയറക്ടർ ആവുന്ന സമയത്ത് 1 lakh to 10 lakhs വരെ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് മോദിക്കർ എന്നുള്ളത് മനസ്സിലാക്കുക. കൂടുതൽ റാങ്കിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ഡെഫിനറ്റ് ആയിട്ടും ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ടൈമിൽ ഒരു ക്രോർപതി ആവാനും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നിങ്ങളെ സഹായിക്കുന്നു. ഡെഫിനറ്റ് ആയിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലാറ്റ്ഫോമാണ് മോദിക്കർ എന്നുള്ളത് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഈ പ്രസന്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.